ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ ഇന്നൊരു ജേണലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണില്ല ഞാൻ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്ന്. പിന്നെ ഇത് ഞാൻ പുതിയ സാധനമാണ്. ഇത് ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. 4 സ്റ്റിക്കേഴ്സ് സിന്നാമോറലിൻ്റെ. ഇത് ഞാൻ വെറുതെ ഉണ്ടാക്കിയതാണ്, അത്ര രസമൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്റ്റിക്കർ ഉണ്ടാക്കുന്നത്. ഓക്കെ, നമുക്കിനി അപ്പോൾ ഡയറി ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഇന്നലെ ചെയ്തത്. നമുക്കിനി ഇന്ന് നമുക്ക് ഇവിടെ ആയിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിവിടെ നിന്ന് വൈറ്റ് A4 ഷീറ്റ് ഒന്ന് ഒട്ടിക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനങ്ങനെ വൈറ്റ് കളറിലെ A4 ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിലായിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ബോക്സിൽ ബോക്സിലായിട്ട് ഇപ്പോൾ എന്തെടുക്കുമെന്ന് ഞാൻ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ അപ്പം ഞാൻ ഇതെടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ ഒരു ബ്ലൂ കളറുള്ളത് ഇത് ഇവിടെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒട്ടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇത് ഒട്ടിക്കാം. അപ്പോൾ ഗൈസ്, ഇങ്ങനത്തെ ഒരു ഡിസൈൻ ചെയ്യാൻ മറന്നുപോയി. അത് ഞാൻ എല്ലാത്തിലും ചെയ്യും. ഇത് നല്ലോണം ചെറുതായി തോന്നുന്നു. സാരമില്ല, അത്രയൊക്കെ മതി. ഇനി ഈ ഒരു സൈഡിലും കൂടിയും ഇത് നല്ലോണം ബോറായി. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, ഇങ്ങനെ ഞാൻ ആക്കി കൊടുത്തു. ഇനിയിപ്പോൾ ഇതിലെന്ത് ഇതാക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു റോസ് കളറിൽ അത് ഒട്ടും മാച്ചില്ല. സാരില്ല, അത് ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതാ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. ഫ്രണ്ട്സ്, ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തു. ഇനി അതിൻ്റെ മുകളിൽ കൂടെ ബ്ലാക്ക് പെൻ വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാൻ വിചാരിച്ചു. ഇതിങ്ങനെ ഞാൻ വരച്ചതൊക്കെ ചെറുതായിട്ടൊക്കെ കൊളായിട്ടാ. സാരമില്ല വിചാരിച്ചു. അപ്പോൾ ഗൈസ്, ഞാൻ ഇത്രയൊക്കെ ചെയ്തെടുത്തു. അപ്പോൾ ഈ ഡിസൈൻ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി അപ്പം ഞാൻ വിചാരിച്ചു ഈ ഡിസൈൻ ജസ്റ്റ് താഴത്തേക്ക് എടുത്ത് വയ്ക്കാമെന്ന്. എന്താ വെച്ചാൽ ഒരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ അവിടെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ആ ഒരു റാബിറ്റിനെ വരച്ചത് ഇത് കാണില്ല. ഇതുപോലെ ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഈ റാബിറ്റിൻ്റെ പിക്ചറിൽ കാരണം ഞാനിത് താഴത്തേക്ക് ഒട്ടിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് താഴത്തേക്ക് ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്തു. ഡേറ്റും പിന്നെ തീയതിയും മന്തും അതേപോലെ തന്നെ ഇയറും പിന്നെ എൻ്റെ ഇന്നത്തെ എന്ത് മൂഡാണെന്ന് നോർമൽ ഡേ ആയിരുന്നു. നോർമൽ ഡേ എന്ന് എഴുതി. പിന്നെ ഇവിടെ ടുഡോ ലിസ്റ്റ് എന്ന് എഴുതി. പിന്നെ ടുഡോ അതിലൊന്നും എഴുതിയിട്ടില്ല, എന്തെങ്കിലുമൊക്കെ എഴുതണം. പക്ഷെ എന്തെഴുതുമെന്ന് എനിക്കിതുവരെയായിട്ടും ഐഡിയ കിട്ടിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഇന്നലെ എഴുതിയ പോലെ എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കാം. അപ്പോൾ ഗായ്സ്, ഞാനിതാ അത്യാവശ്യമൊക്കെ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റിക്കർ ഒട്ടിക്കാം.
ഇനി ഇത്രയൊക്കെ ഐഡിയ തന്നെ എനിക്ക് വരണുള്ളൂ. ഇന്നലെയും ചെയ്തത് ഇതേപോലത്തെ ഒരു സെയിം ഡിസൈൻ തന്നെയാണ്. എനിക്ക് പ്രത്യേകിച്ച് വേറെ ഡിസൈൻസ് തോന്നുന്നില്ല. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ നോക്കുക വിചാരിക്കണു. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഇത്രയാണ് എനിക്ക് ഐഡിയാസ് വരണുള്ളൂ. അപ്പോൾ ഫ്രൈഡേത്തെ ഒരു ജേണൽ ഇങ്ങനെയാണ്. നമുക്ക് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് സ്റ്റിക്കേഴ്സ് അതിൽ ആഡ് ചെയ്യാം. ഓക്കെ, കാണാം. അപ്പോൾ ഗായ്സ്, ഈ 2 സ്റ്റിക്കർ ഒട്ടിക്കാൻ ഇതിൽ പ്ലേസ് ഇല്ല കേട്ടോ, ഇതിൽ സ്ഥലമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് പിന്നെ ഒട്ടിക്കാന്ന്. ഗായ്സ്, ഇന്നിപ്പോൾ ഇത്ര സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഇത്ര ഡിസൈനൊക്കെ ഞാൻ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ഡേ നമുക്ക് അത്യാവശ്യം കുറേ ഡിസൈൻസ് ചെയ്യാം. ഇത്രയൊന്നും ഉണ്ടാവില്ല ഇനി ചിലപ്പം, എനിക്കറിയില്ല. ഇന്നത്തെ ഡിസൈൻ അപ്പോൾ ഇത്രയേ ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.